വീണേ, സമയം കൂടുതലായി, നമുക്ക് പോവാം. ഓ ലേറ്റായി. ശരി. എന്താ വീണേ? ഈ റൂബിയുടെ കല്യാണം കഴിഞ്ഞല്ലേ? അതെ. അപ്പൊ ഭർത്താവോ? അത് ഡിവോഴ്സ് ആവോ, അയാളെ കാണാതാവോ, അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ ഭർത്താവില്ല അല്ലേ? ഇല്ല. എന്താ? അല്ല, ഹോസ്പിറ്റലിൽ ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നു. അന്ന് ചേച്ചിയുടെ ഹസ്ബൻഡും റൂബിയും കൂടി ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഇറങ്ങി വന്നില്ലേ? അതല്ലേ വീണ അന്വേഷിക്കാമെന്ന് പറഞ്ഞത്. അന്വേഷിച്ചു. ഡോക്ടറോട് ഹസ്ബൻഡ് പ്രകാശ് മേനോനാണെന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രകാശ് ഏട്ടനോ? ചേച്ചി ഇമോഷണൽ ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താ വീണേ? ഷീസ് പ്രഗ്നന്റ്. റൂബി ഗർഭിണിയാണ്. പ്രകാശ് മേനോനാണ് ഭർത്താവെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ ആവരുതെന്ന്. ചേച്ചി, നീ എന്താ മോളെ ആലോചിക്കുന്നേ? മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കുകയായിരുന്നു. എന്താ? അമ്മയോട് പറ, എന്താ തീരുമാനം? എന്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടു. പ്രകാശേട്ടന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം മറ്റൊരാൾ തട്ടിയെടുത്തു. അമ്മയുടെ സ്ഥാനവും പങ്കുവയ്ക്കപ്പെടും. ഇന്നു മുതൽ പ്രകാശേട്ടനെ ഞാൻ എന്റെ മനസ്സിൽ നിറക്കി വിടുക. തെളിച്ചു പറ മോളെ, എന്താ നിന്റെ മനസ്സില്? പ്രകാശേട്ടൻ എന്നെ ഉപേക്ഷിക്കും മുൻപ് ഞാൻ പ്രകാശേട്ടനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നുവെച്ചാ? നാളെ ഞാൻ ഇവിടുന്ന് പോവാ. നീണ്ട 19 വർഷത്തെ ദാമ്പത്യവും സുഖവും ദുഃഖവും കണ്ണീരും കിനാവും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നാളെ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങുക അമ്മേ. പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത് എന്താ? പെട്ടെന്നല്ല, ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നാളെ മുതൽ പ്രകാശേട്ടൻ വരുന്നതും കാത്ത് ഉണ്ണാതെ ഉറങ്ങാതെ കാത്തിരിക്കാൻ ഞാനിവിടെ ഉണ്ടാവില്ല. മറക്കാം സുജാതയെ എല്ലാവർക്കും. നീ അവിവേകം ഒന്നും കാണിക്കരുത്. അമ്മ പേടിക്കണ്ട, ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല, ജീവിക്കും. ദൈവം ആയുസ് എടുക്കുന്നതുവരെ സുജാത ജീവിച്ചിരിക്കും. പക്ഷെ അതെങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പട്ടിണിയായിരിക്കും, കഷ്ടപ്പാടായിരിക്കും, വേണ്ടപ്പെട്ടവരെല്ലാം അവഗണിച്ചെന്നിരിക്കും. എന്ത് വേദനകൾ വന്നാലും സഹിക്കും. അല്ലാതെ ഇനി ഒരിക്കലും പ്രകാശേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരില്ല. ഇന്ന് എന്റെ ഒരു ജന്മം അവസാനിക്കുക. നാളെ മുതൽ ഒരു പുതിയ ജന്മം, മറ്റൊരു സുജാത. മക്കളോ? അവരോട് ഞാൻ സംസാരിക്കട്ടെ. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ദേഷ്യം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം എനിക്കില്ല. ബട്ട് ഒഫീഷ്യലി എനിക്ക് കാര്യങ്ങൾ തീരുമാനിച്ചേ പറ്റൂ. സർ, മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാനാണ് തികച്ചും പേഴ്സണലായിട്ട് സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് അടുപ്പമാണെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അത് മറ്റുള്ള സ്റ്റാഫുകളും എൻ്റെ വീട്ടുകാരും പറയുന്ന പോലൊന്നുമല്ല. സാറിനറിയാലോ, എന്റെ ഭർത്താവ് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാ. ഞങ്ങള് വേർപിരിയാൻ തീരുമാനിച്ചതുവാ. അത് സമ്മതിച്ചു. പക്ഷെ പ്രകാശിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഹീസ് എ ഫാമിലി മാൻ. വൈഫും 2 കുട്ടികളും ഉണ്ട്. ഉണ്ട് സർ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അവരെ ഉപേക്ഷിച്ചുള്ള ജീവിതം എനിക്കില്ല. യുവർ വൈഫ്? അത് വല്ലാത്തൊരു മാനസിക പ്രശ്നമാണ് സർ. ഒരിക്കലും പൊരുത്തപ്പെടാത്തൊരു ജീവിതമാണ് ഞങ്ങളുടേത്. എങ്കിലും കുട്ടികളൊക്കെ പ്രായമായില്ലേ? അതുവരെ എന്ന് വെച്ചാ ഞാൻ പറഞ്ഞു വന്നത് 10-20 വർഷത്തോളം ഒരുമിച്ച് താമസിച്ചതല്ലേ നിങ്ങൾ. ഇനിയിപ്പോ ഈ കുട്ടികളുടെ ഭാവിയല്ലേ നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ സാർ, കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കും. പക്ഷേ സുജാതയുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് കഴിയില്ല. ഇദ്ദേഹത്തിന് മാത്രമല്ല, കുട്ടികൾക്ക് പോലും അമ്മയുമായി ചേർന്ന് പോകാൻ കഴിയുന്നില്ല. അവരധികവും എന്റെ കൂടെയാണ്. ഈ പ്രണയവും സ്നേഹവും ഒക്കെ പഠിപ്പിച്ചിട്ട് പാതിരാത്രിയിൽ കയറി വരുന്ന ഒരു ഭാര്യ അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല സാർ. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ രണ്ടുപേരും പറയുന്നത്? ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഒരാളെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ട് എന്ത് കാര്യമുണ്ട് സാർ? മാറ്റാതിരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാനാ സാറിന്റെ അരികിൽ വന്നത്. ഔദ്യോഗിക കാര്യങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല സാർ. അതുകൊണ്ട് ഇതൊരു അപേക്ഷയായിട്ട് പരിഗണിക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. പ്ലീസ് സർ. പരിഗണിക്കാം. ഷുവർ.
കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കാൻ പോവാ. മാറി നിൽക്കുവാന്ന് വെച്ചാ അമ്മ എവിടെ പോവാ? അമ്മ വീട്ടിലേക്കൊന്ന് പോവാ. അമ്മയുടെ വീട്ടില്. അമ്മ അച്ഛനോട് വഴക്കുണ്ടാക്കി പോവാല്ലേ? അല്ല, വഴക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി പോവാ. അമ്മ എന്തൊക്കെ ഞങ്ങളിന്ന് വിളിക്കുന്നുണ്ട്, അതെന്താന്ന് പറ. നിങ്ങൾ അറിയേണ്ട കാര്യമാണെങ്കിൽ അമ്മ പറയാതിരിക്കോ? ഇതങ്ങനെയല്ല. അച്ഛന് റൂബിയനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, അതല്ലേ കാര്യം? അതൊരു കാര്യമാണ്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മയുടെ ഈ തെറ്റിദ്ധാരണകളെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. എന്ത് സന്തോഷമായിട്ട് ജീവിച്ചിരുന്നത് നമ്മള്. എല്ലാം അമ്മ കാരണം ഇല്ലാണ്ടായില്ലേ? എല്ലാ കുറ്റങ്ങളും അമ്മ സ്വയം ഏറ്റെടുത്തോളാം. അമ്മയുടെ ധാരണകളെല്ലാം ശരിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും മക്കൾക്ക് മനസ്സിലാവും. അതുവരെ അമ്മ അമ്മയുടെ വീട്ടിൽ നിന്നോളാം. അമ്മയില്ലാതെ ഇവിടെ ഞാൻ താമസിക്കില്ല. അമ്മ എങ്ങോട്ട് പോയാലും കൂടെ ഞാനും വരും. വേണ്ട മോനെ, നീ ഇവിടെ വേണം. അപ്പുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയാ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്റെ കാര്യം നോക്കാൻ എനിക്ക് അറിയില്ലേ? ഇല്ല, അതിനുള്ള പക്വതയൊന്നും മോൾക്കായിട്ടില്ല. റൂബി പറയുന്നത് എന്തോ അനുസരിക്കുന്ന ഒരു പാവയെ പോലെയാണ് നീ. അതൊക്കെ അമ്മയുടെ തോന്നലാ. റൂബിയന്റെ എന്നോട് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അമ്മയ്ക്ക് എന്റെ ആന്റിയോട് ഇത്ര അസൂയ? ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കിപ്പം മനസ്സിലാവില്ല. പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലും അല്ല ഞാൻ. ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോവാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു? അമ്മ അകലേക്കൊന്നും പോകുന്നില്ലല്ലോ, ഒന്നും മാറി നിൽക്കുന്നല്ലേ ഉള്ളൂ. നിങ്ങളെ വിട്ട് അമ്മ എങ്ങും പോവില്ല. അപ്പൊ അമ്മ അച്ഛനെ വിട്ടു പോവല്ലേ? അച്ഛൻ എന്നെ അമ്മയെ വിട്ടുപോയി. മനസ്സുകൊണ്ട് അച്ഛൻ ഇപ്പൊ ഒരുപാട് ദൂരത്തിലാ, ഒരിക്കലും തിരിച്ചു വരാത്ത ദൂരത്തില്. ബന്ധം വേർപ്പെടുത്താൻ സുജാത സമ്മതിച്ചെന്ന് വിചാരിക്കാം. പിന്നെ എന്തൊക്കെയായിരിക്കും ഫോർമാലിറ്റീസ്? ഇന്ത്യൻ പീനൽ കോഡിലെ നിയമങ്ങൾ അധികവും സ്ത്രീകൾക്ക് അനുകൂലമാണ് റൂബി. അതിപ്പോ കളവായാലും കൊലപാതകമായാലും പീഡനായാലും സ്ത്രീ ആനുകൂല്യത്തിന്റെ നിഴലിലാണ്. ഇതിപ്പോ ഫാമിലി കോർട്ടിന്ന് മൂവ് എന്ന കേസല്ലേ? ഇതിലെല്ലാ ആനുകൂല്യങ്ങളും ഭാര്യയ്ക്കാണ്. സുജാത ചോദിച്ചാ ജീവനാംശം കൊടുക്കേണ്ടി വരും. കുട്ടികൾക്ക് ചെലവിനുള്ള കാശ് വേറെയും. ഇതൊക്കെ എത്ര എമൗണ്ട് വരും? അത് പ്രകാശിന്റെ വരുമാനത്തെ അനുസരിച്ചിരിക്കും. വാർഷിക വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഓഹരി മാസത്തവണകളായി ആക്കാറുണ്ട്. അതല്ലാതെ ഒറ്റ സെറ്റിൽമെന്റിൽ അവസാനിപ്പിക്കുന്നതുണ്ട്. ഒറ്റ സെറ്റിൽമെന്റാ നല്ലത്, പിന്നെ ആ ശല്യം ഉണ്ടാവില്ലല്ലോ. അത് സുജാത കോടതിയിൽ പറയുന്നത് പോലെ ഇരിക്കും. ജീവിക്കാൻ തീരെ നിവർത്തിയില്ലെന്ന് കരഞ്ഞു പറഞ്ഞ കോടതിക്ക് ചിലപ്പോ സിമ്പതി തോന്നും. അത് സുജാത കോടതിയിൽ പറയുന്നത് പോലെ ഇരിക്കും. ജീവിക്കാൻ തീരെ നിവർത്തിയില്ലെന്ന് കരഞ്ഞു പറഞ്ഞ കോടതിക്ക് ചിലപ്പോ സിമ്പതി തോന്നും. അങ്ങനെ വന്ന പ്രകാശൻ നല്ലൊരു തുക കൊടുക്കേണ്ടി വരും. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ഫ്യൂച്ചർ ലൈഫ്, അതെല്ലാം നോക്കേണ്ടി വരും. മൊത്തത്തില് പ്രകാശേട്ടന്റെ ചീട്ട് കീറും അല്ലേ? അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഒന്നും ആവശ്യപ്പെടാതെ ഒഴിഞ്ഞു പോകുന്നവരുണ്ട്. സുജാത അങ്ങനെ ഒഴിഞ്ഞു പോകുന്നില്ല. ഇനി അഥവാ ഒഴിഞ്ഞു പോവാൻ സമ്മതിച്ചാലും അവൾക്കൊരു ഏട്ടനുണ്ട്, അയാള് സമ്മതിക്കില്ല. പ്രകാശേട്ടന്റെ ചെവിക്കല്ല് നോക്കിയൊന്ന് പൊട്ടിക്കുന്നത് ഞാൻ എന്റെ കണ്ണോട് കണ്ടതാ. ഏറ്റവും നല്ലത് ഒരു ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതാ. അതിന് സുജാത സമ്മതിക്കണ്ടേ? സമ്മതിക്കുന്നുള്ള അവസ്ഥയിലെത്തിയില്ലേ എന്നൊക്കെ പറയുന്നു. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണെങ്കിൽ കാശൊന്നും കൊടുക്കണ്ടേ? അത് കോടതിക്ക് പുറത്ത് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതിയല്ലോ. എന്നാലും കൊടുക്കേണ്ടി വരും അല്ലേ ആൻസി? സുജാതയുടെ മനോധർമ്മം പോലിരിക്കും. വലിയ ആദർശം കാണിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവന്റെ പണവും വേണ്ട എന്നൊക്കെ വീമ്പ് പറയും. അപ്പൊ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. റൂബി ഒരു കാര്യം ചെയ്, അവളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ചു നോക്ക്. ലൈക്ക്, നിനക്ക് പ്രകാശന്റെ കാശ് വാങ്ങിക്കാൻ അർഹതയുണ്ടോന്നോ, അഭിമാനമുള്ള പെണ്ണുങ്ങൾക്ക് ചേർന്നതാണോന്നോ, അങ്ങനെയൊക്കെ ചോദിച്ചൊന്ന് പ്രവോക്ക് ചെയ്ത് നോക്ക്. ചെലപ്പോ ഏക്കും. അപ്പോ ഒന്ന് വെല്ലുവിളിക്കല്ലേ? ഇപ്പൊ വേണ്ട, സമയാവുമ്പോ ഞാൻ പറയാം. നേരത്തെ ഇതൊക്കെ ചെയ്ത് സുജാതയ്ക്ക് ചിന്തിക്കാനും മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാനും സമയം കൊടുക്കരുത്. ശരി, എന്തായാലും നമുക്കൊരു കൈ നോക്കാം അല്ലേ? അഭിയേട്ടന് ഒരുപാട് വിഷമത്തിലാണല്ലേ? ഉണ്ട്. എനിക്ക് എന്റെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടം. നിനക്കൊരു വിഷമമില്ലേ അപ്പൂ? ഞാൻ വിഷമിച്ചിട്ട് എന്താ കാര്യം? നമ്മളാരും പറഞ്ഞു വിടുന്നതല്ലോ. അമ്മ പോകാൻ സ്വയം തീരുമാനിച്ചല്ലേ? അമ്മയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചോണ്ടല്ലേ പോകുന്നത്? എത്ര വേദനിച്ചാലും നമ്മൾ ഉപേക്ഷിച്ച് പോവാൻ പാടുണ്ടോ? അമ്മ ചെയ്യുന്നത് തെറ്റല്ലേ? അപ്പൊ നീ വീട് വിട്ടു പോയതോ? അതമ്മയുടെ ശല്യം സഹിക്കാൻ പറ്റാനിട്ടല്ലേ? തിരിച്ചു വിളിച്ചപ്പോ ഞാൻ വരെയും ചെയ്തു. അമ്മയ്ക്കിപ്പോ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്.
ജോലിയൊക്കെ ആയപ്പോ സ്വന്തമായിട്ട് ജീവിക്കാന്നുള്ള തോന്നല്. നീ വെറുതെ അമ്മയെ കുറ്റൊന്നും പറയണ്ട. എനിക്കറിയാം നിന്റെ മനസ്സ് മുഴുവൻ റൂബിയന്റെയാ. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും, അതിലെന്താ തെറ്റ്? റൂബിയന്റെ സ്നേഹം ഒരുതരം അഭിനയ അപ്പു. നിനക്കത് മനസ്സിലാവത്തോണ്ടാ? സത്യത്തിൽ നിന്നോടൊന്നും അല്ല, അച്ഛനോടാ റൂബിയന്റെക്ക് ഇഷ്ടം. അതില് ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. അച്ഛന്റെ ബുദ്ധിക്കും വിവരത്തിനും ചേരുന്നത് റൂബിയാണ്ടി തന്നെയാ. അപ്പോ അമ്മയെ അച്ഛനെ ഉപേക്ഷിക്കണമെന്നാണോ നീ പറയുന്നേ? അമ്മയല്ലേ ഉപേക്ഷിച്ചു പോകുന്നത്, അച്ഛനല്ലല്ലോ. അച്ഛൻ കാരണല്ലേ അമ്മ പോകുന്നത്. അമ്മയുടെ വിവരക്കേട് എത്ര കാലം എന്ന് വെച്ചാ അച്ഛൻ സഹിക്കുന്നേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അമ്മയുടെ ജീവിതം അമ്മ തന്നെ ഇല്ലാതാക്കും, അല്ലാതെ അമ്മ പോയിന്ന് വെച്ചാൽ അച്ഛനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.